ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കൂട്ടിയും കിഴിച്ചുമുള്ള കണക്കുകൂട്ടലുകളുടെ തിരക്കിലാണ് കേരളത്തിലെ മൂന്ന് മുന്നണികളും. UDFനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. മറുവശത്ത് ഇടതുപക്ഷമാകട്ടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയെന്ന ഒറ്റ ലക്ഷ്യം മുൻനിർത്തി മുതിർന്ന നേതാക്കളെ അടക്കം രംഗത്തിറക്കിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. BJP പതിവ് പോലെ ഇത്തവണയും വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. പോളിംഗ് ശതമാനം വലിയ തോതിൽ കുറഞ്ഞത് മൂന്ന് മുന്നണികളുടെയും കണക്കുകൂട്ടലുകളെയും ബാധിച്ചിട്ടുണ്ട്. പോളിംഗ് കുറഞ്ഞാൽ ഇടത് അനുകൂലം, കൂടിയാൽ UDF അനുകൂലം എന്നതായിരുന്നു മുൻകാലങ്ങളിൽ കേരളത്തിലെ പ്രവണത. എന്നാൽ അടുത്ത കാലത്ത് ഇതിൽ വലിയ വ്യത്യാസം വന്നതിനാൽ ഇത്തവണത്തെ കുറവ് ആർക്കനുകൂലമായി മാറുമെന്ന് വിലയിരുത്തുക ശ്രമകരമായ കാര്യമാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനത്തിൽ 6.57% കുറവാണ് ഉണ്ടായത്. ഇതുവരെയുള്ള കണക്ക് പ്രകാരം 71.27% സംസ്ഥാനത്തെ പോളിംഗ്. വീട്ടിലെ വോട്ടും പോസ്റ്റൽ വോട്ടും കൂടുമ്പോൾ ഇതിൽ വീണ്ടും നേരിയ വർധനവ് ഉണ്ടായേക്കും. ആകെ പോളിംഗ് ശതമാനം കുറഞ്ഞുവെങ്കിലും തങ്ങളുടെ വോട്ടുകൾ എല്ലാം തന്നെ പെട്ടിയിൽ വീണിട്ടുണ്ടെന്നാണ് ഓരോ മുന്നണിയുടെയും അവകാശവാദം. UDF പ്രതീക്ഷ 16 മുതൽ 20 വരെ സീറ്റാണ്. 20-ൽ 20 നേതൃത്വം ഉറപ്പിക്കുന്നുമുണ്ട്. ഏറ്റവും മോശം സാഹചര്യത്തിൽ മാത്രമായിരിക്കും 16 സീറ്റിലേക്ക് പോകുക എന്നാണ് ഇവർ പറയുന്നത്. ആറ്റിങ്ങൽ, മാവേലിക്കര, തൃശൂർ, കണ്ണൂർ മണ്ഡലങ്ങളിൽ മാത്രമാണ് കടുത്ത മത്സരം നടന്നതായി UDF വിലയിരുത്തുന്നത്. വടകര ഉൾപ്പെടെ ബാക്കി 16 മണ്ഡലങ്ങളിലും UDF വലിയ വിജയം ഉറപ്പിക്കുന്നുണ്ട്. LDFന്റെ പ്രതീക്ഷ 11 സീറ്റ് വരെയാണ്. 6 സീറ്റുകൾ അവർ ഉറപ്പിക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പോളിംഗ് ശതമാനമെന്നും LDF വിലയിരുത്തുന്നു. ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് ശതമാനം ഉയർന്നതും ഇടതു പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. വടകര, ആറ്റിങ്ങൽ, മാവേലിക്കര, തൃശൂർ, കണ്ണൂർ, പാലക്കാട് മണ്ഡലങ്ങളാണ് LDF ഉറപ്പിക്കുന്നത്. അതേസമയം തിരുവനന്തപുരവും തൃശൂരും വിജയം പ്രതീക്ഷിച്ചിരുന്ന BJPയുടെ പ്രതീക്ഷകൾ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ തൃശൂരിലേക്ക് മാത്രം ഒതുങ്ങിയിട്ടുണ്ട്. തലസ്ഥാനത്ത് പ്രതീക്ഷിച്ച ഇടങ്ങളിൽ പോളിംഗ് ഉയരാത്തതാണ് BJPക്ക് തിരിച്ചടിയായത്. എന്നാൽ തൃശൂരിൽ മികച്ച രീതിയിൽ പോളിംഗ് നടന്നെന്നും BJP വിലയിരുത്തുന്നുണ്ട്. സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് BJP. തൃശൂരിലും തിരുവനന്തപുരത്തും അക്കൗണ്ട് തുറക്കാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവർ. ഇതിൽ തൃശൂരിൽ എല്ലാ ഘടകങ്ങളും അനുകൂലമാണ് എന്നാണ് BJPയുടെ വിശ്വാസം. ഇവിടെ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് BJP പ്രതീക്ഷിക്കുന്നത്. തൃശൂരിൽ സ്ത്രീ വോട്ടർമാർ സുരേഷ് ഗോപിക്കൊപ്പം നിന്നു എന്നാണ് BJP പറയുന്നത്. ഈഴവ, നായർ വോട്ടുകളിൽ നല്ലൊരു ശതമാനവും സുരേഷ് ഗോപിക്കൊപ്പമാണ് എന്ന് BJP ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിനൊപ്പം ക്രിസ്ത്യൻ വോട്ടിൽ ഒരു പങ്ക് ലഭിക്കുകയും മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സീറ്റ് ഉറപ്പിക്കാമെന്നാണ് BJP പറയുന്നത്. ഏതായാലും ഇതിനെല്ലാമുള്ള ഉത്തരത്തിനായി ജൂൺ 4 വരെ കാത്തിരിക്കാം.